1 സമൂവേൽ 1-ാം 18-ാം വാക്യം. അടിയന് തിരുക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തൻ്റെ വഴിക്ക് പോയി. ഭക്ഷണം കഴിച്ച് അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. എൽക്കാണ ഒരു പുരുഷനുണ്ടായിരുന്നു. 1-ാം അധ്യായത്തിൽ ആദ്യത്തെ 2 ഭാര്യമാരുണ്ടായിരുന്നു, ബെനീനിയ, ഹന്ന. ബെനീനിയയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. അവൾ ദിനം പ്രതി ദേവാലയത്തിൽ പോകുന്ന ഒരു സഹോദരിയും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. ബെനീനിയ പലപ്പോഴും അവളോട് വാക്കുകൾ കൊണ്ട് വ്യംഗ്യമായ വാക്കുകൾ പറയുകയും മുഷിപ്പിക്കുകയും ഉണ്ടായി. അവൾ ഹൃദയം കൊണ്ട് മുറിവേൽപ്പിക്കുവാനിടയായിത്തീർന്നു. ദേവാലയത്തിൽ കടന്നു പോകുമ്പോൾ മൗനമായിരുന്നു പ്രാർത്ഥിക്കുമ്പോഴും പുരോഹിതൻ ചോദിക്കാനിടയായിത്തീർന്നു. മിണ്ടാതെ ഇവളെ നോക്കുമ്പോൾ ചുണ്ടനങ്ങുന്നില്ല, ശബ്ദം പുറത്തോട്ട് വരുന്നില്ല. നീനം ലഹരി പിടിച്ചിരിക്കുവാണോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, യജമാനനെ, ഞാൻ മനോവധനയായ ഒരു സ്ത്രീയാണ്, ഞാൻ മദ്യപിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല. എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ പകരുക എത്ര ചെയ്യുന്നു. ഇതുപോലെ തന്നെ പ്രിയരെ, മക്കളില്ലാത്തവർ ഭാരപ്പെടുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോടാണ് ദൈവം സംസാരിക്കുന്നത്. കാരണം 1 വർഷം കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കുമെന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളില്ലേ, കുഞ്ഞുങ്ങളായില്ല. വർഷങ്ങൾ 2-3 വർഷം അല്ലെങ്കിൽ പല വർഷങ്ങളായി കടന്നു പോയാലും ചോദിക്കും, എന്താണില്ല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ലഭിക്കാത്തവരാണോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളും ഉണ്ടായിട്ട് അബോർഷനാകുന്ന അവസ്ഥയിലാണോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പ്രസവം കഴിഞ്ഞിട്ട് മരിച്ചു പോകുന്ന ഒരവസ്ഥയിൽ, ഏതവസ്ഥയിൽ കടന്നു പോയാലും നിങ്ങൾ അവസ്ഥയിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇവൾ ഒരു നേർച്ചനായിരുന്നു, ഹന്ന. നേർച്ചനായിരുന്നത് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ, എനിക്കൊരു ആൺകുഞ്ഞിനെ തരുമെങ്കിൽ കർത്താവിൻ്റെ ദൈവ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാൻ, ജീവപറിയുന്നവരെയും ദൈവരാജ്യത്തിന് വേണ്ടി ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ അവൾ സമർപ്പണം കർത്താവ് കേട്ടു. അവിടെ പ്രാർത്ഥന കേട്ടു, അവിടെ കണ്ണുനീര് കണ്ടു, സങ്കടമറിഞ്ഞു. ദൈവം എന്ത് ചെയ്തു? സമൂവേൽ ബാലകന് നൽകി. 1-ാം അധ്യായത്തിൽ അവൾ കരഞ്ഞു, നിലവിളിച്ചു. 2-ാം അധ്യായത്തിൽ അവൾ സന്തോഷിച്ചു, അവൾ ആനന്ദിച്ചു, ദൈവനാമത്തെ ഉയർത്തി. ഇതുപോലെ തന്നെ പ്രിയരെ, നിങ്ങൾ യേശു നാമത്തിൽ ചോദിക്കുക, കർത്താവ് ചെയ്തു തരും. നസ്രായൻ്റെ യേശു നാമത്തിൽ ചോദിക്കുക, നിങ്ങൾക്ക് ഈ വർഷം ഒരു കുഞ്ഞിനെ ദൈവം നൽകും. നിങ്ങൾ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ കടന്നു പോകുന്നവരാണോ, നിങ്ങളുടെ മുഖം വാടാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. നന്ദിയുള്ളവരായിരിക്കുക. ദൈവം ചെയ്ത ഓരോ നന്മയും ദൈവനാമത്തെ ഉയർത്തുക, സ്തുതിക്കുക, ദൈവത്തെ ആമേൻ മഹത്വപ്പെടുത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനം